മുഹമ്മദ് നബിയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മക്കയിലും മദീനയിലുമുള്ള പ്രദേശങ്ങളിൽ ജനവിഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ, അത് അവരുടെ ജന്മസിദ്ധമായി കിട്ടിയതായിരിക്കാം, ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടതല്ല. അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടത്തിൽ അവര് പിന്തുടർന്ന് വന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ചില ആരാധനാ രീതികൾ, അതുകൊണ്ടൊന്നും മനുഷ്യന് സമാധാനമോ ദൈവികമായ കാഴ്ചപ്പാടുകളോ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സാമൂഹിക പരിഷ്കരണമാണ് എക്കാലത്തും മുഹമ്മദ് നബിയെക്കുറിച്ച് ആര് സംസാരിച്ചാലും എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്നതിന് സംശയമില്ല. അതിന്റെ ഒരു ബാക്കിപത്രമാണ് ഇവിടെ സജീവൻ സാറ് പറഞ്ഞതുപോലെ നല്ലൊരു ഭരണാധികാരി എന്നുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ. എങ്ങനെ ഒരു ജനസമൂഹത്തെ, വിവിധ വിശ്വാസമുള്ളവരുണ്ടാകാം, വിവിധ ചിന്താഗതിയുള്ളവരുണ്ടാകാം, വിവിധ താല്പര്യങ്ങളുള്ളവരുണ്ടാകാം, അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തെ, ഒരു രാജ്യത്തിലെ അംഗങ്ങളെ, പൗരന്മാരെ ഒന്നിച്ച് ഒരു ചരടിൽ കോർത്ത മുത്തുമാല പോലെ നിർത്തുക എന്ന് പറയുന്നത് ഒരു നല്ല ഭരണാധികാരിയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള കഴിവാണ്. അതിന് മുഹമ്മദ് നബിക്ക് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ നാടുവാഴികളും ചെറിയ രാജാക്കന്മാരും ഒക്കെ ഭരിച്ചിരുന്ന ഒരു സാമൂഹിക അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ ജനസമൂഹത്തെ ഒറ്റ ഒരു മനസ്സോടുകൂടെ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന, ഒരേ രീതിയിൽ സംഘടിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് അദ്ദേഹത്തിന് അനുയായികളെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കഴിവല്ല. ഒരു പകുതി വരെ എങ്കിലും അതൊരു ദൈവികമായിട്ടുള്ള സിദ്ധിയാണ് ഒരു മനുഷ്യന്. അപ്പൊ അതിന് അദ്ദേഹത്തിന് ആ പ്രവാചകത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും.